നമസ്കാരം, ഋഷിഭുക്തം ചാനലിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം. ഇന്ന് ജ്യോതിഷപരമായി ശത്രുദോഷ ലക്ഷണങ്ങളും അത് പരിഹരിക്കാനുള്ള മാർഗങ്ങളുമാണ് അവതരിപ്പിക്കുന്നത്. നിങ്ങൾക്ക് വളരെ പ്രയോജനപ്പെടുന്ന ഒരു വീഡിയോ ആണ്. ശത്രുദോഷം എങ്ങനെ തിരിച്ചറിയാം, അതിന്റെ ലക്ഷണങ്ങൾ എന്തൊക്കെയാണ്, ജ്യോതിഷപരമായി ശത്രുദോഷം ഇല്ലാതാക്കാനുള്ള പരിഹാര മാർഗങ്ങൾ എന്തൊക്കെയാണ് എന്നതാണ് ഇന്നത്തെ പ്രതിപാദ്യ വിഷയം. നമുക്ക് വിഷയത്തിലേക്ക് കിടക്കാം. അതിനു മുമ്പ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക എന്ന് അഭ്യർത്ഥിക്കുകയാണ്. അതോടൊപ്പം തൊട്ടടുത്തുള്ള ബെൽ ബട്ടണിൽ മുകളിലുള്ള ഓൾ എന്ന ബട്ടൺ കൂടി ഒന്ന് സെലക്ട് ചെയ്യുക. അതുവഴി ഞാൻ തുടർന്ന് നൽകുന്ന വീഡിയോകൾ നിങ്ങൾക്ക് കാണുവാൻ സാധിക്കുന്നതാണ്. നമുക്ക് ശത്രുദോഷത്തെ അറിയാം, പരിഹരിക്കാം. ശത്രുദോഷം എന്നത് ജ്യോതിഷപരമായി ഒട്ടേറെ തെറ്റിദ്ധാരണകൾക്ക് വിധേയമായിട്ടുള്ള ഒരു പ്രയോഗമാണ്. ആർക്കും ഒരു ഉപദ്രവം ചെയ്യാത്തവരിൽ പോലും ശത്രുദോഷം ചിലപ്പോഴൊക്കെ കണ്ടു എന്ന് വരാം. നമുക്കാരോടും ശത്രുത ഇല്ലെങ്കിൽ പോലും തിരിച്ച് ശത്രുത ഉണ്ടായിക്കൂടാ എന്നില്ല. നമ്മുടെ വളർച്ചയിൽ അസൂയപ്പെടുന്ന വ്യക്തി ആരുമായിക്കോട്ടെ, അവർ നമ്മുടെ ശത്രുസ്ഥാനത്താണ്. അവരുടെ സ്വാർത്ഥ താല്പര്യത്തോടുകൂടി നാം അവർക്കനുസരിച്ച് പ്രവർത്തിച്ചില്ല എങ്കിൽ അവർ നമ്മളെ ശത്രുസ്ഥാനത്ത് കണ്ടു എന്ന് വരാം. ഞാൻ ആർക്കും ദ്രോഹം ചെയ്തിട്ടില്ല, അതുകൊണ്ട് എനിക്ക് ശത്രുക്കൾ ഉണ്ടാകില്ല എന്ന ധാരണ പലർക്കുമുണ്ട്. അത് തെറ്റാണ്. നമുക്കാരോടും ശത്രുത ഇല്ലെങ്കിൽ പോലും നമ്മളോട് ശത്രുത ഉണ്ടാകാം. ജ്യോതിഷപ്രകാരം ജാതകം പരിശോധിച്ചും പ്രശ്നരാശിയിലൂടെയും ഒക്കെ ശത്രുദോഷത്തെ നമുക്ക് തിരിച്ചറിയാനായിട്ട് സാധിക്കും. ജാതകത്തിലാണെങ്കിലും പ്രശ്നത്തിലാണെങ്കിലും ലഗ്നാധിപനേക്കാൾ ബലം 6ാം ഭാവാധിപൻ ഉണ്ട് എങ്കിൽ ശത്രുദോഷം ഉണ്ട് എന്ന് പറയാം. എന്നാൽ എല്ലായ്പ്പോഴും ശത്രുദോഷം ഒരു വ്യക്തിയിൽ ഫലം കാണണമെന്നില്ല. സമയദോഷവും കൂടി വരുമ്പോൾ മാത്രമേ ശത്രുദോഷം ഫലപ്രദമാവുകയുള്ളൂ. സമയം മോശമാണ്, ശത്രുദോഷം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും പരിഹാരം ചെയ്യേണ്ടതുമാണ്. പാപഗ്രഹങ്ങളായിട്ടുള്ള ചൊവ്വ, ശനി, രാഹു, കേതു എന്നീ ഗ്രഹങ്ങളുടെ ദശാപഹാര കാലങ്ങളും ആ സമയത്ത് ശത്രുദോഷവും ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും പരിഹാരം ചെയ്യണം. ചില വ്യക്തികൾ സാധാരണയായിട്ട് ദുഷ്കർമ്മങ്ങൾ ചെയ്യാറുണ്ട്. അങ്ങനെയും ശത്രുദോഷം സംഭവിക്കാറുണ്ട്. സദാ മറ്റുള്ളവരുടെ നാശങ്ങൾ ആഗ്രഹിക്കുകയും അനാവശ്യമായിട്ടുള്ള വാഗ്വാദങ്ങളും കലഹങ്ങളും മറ്റുള്ളവർക്ക് ഉപദ്രവങ്ങളും ഒക്കെ ഉണ്ടാക്കുന്നവർക്കും ശത്രുദോഷം സാരമായി ബാധിക്കാം. സദാ ഒരാളുടെ നാശം ആഗ്രഹിച്ച് സാത്വികമായിട്ടുള്ള വഴിപാടുകൾ ചെയ്താൽ പോലും അത് തിരിച്ച് ശത്രുദോഷമായിട്ട് ബാധ ഉണ്ടാകാം. എന്നാൽ പലപ്പോഴും ശത്രുദോഷം തിരിച്ചറിയപ്പെടാൻ സാധിക്കാതെ വരികയും ചെയ്യും. തിരിച്ചറിയാൻ വൈകും തോറും അത് നമുക്ക് ദോഷകാരണങ്ങളാകും. അനുകൂല ഊർജവും പ്രതികൂല ഊർജവും ഈ പ്രപഞ്ചത്തിലുണ്ട്. അതായത് നെഗറ്റീവും പോസിറ്റീവ് എനർജി എന്ന് പറയുന്നത്. നമ്മൾ എന്ത് നന്മ ചെയ്താലും പ്രതികൂല ഊർജം ചിലപ്പോഴൊക്കെ നമ്മളെ ബാധിക്കാം. അതിനൊക്കെ ബാധിക്കാതിരിക്കാനുള്ള കാര്യങ്ങൾ നമുക്ക് ശരീരത്തിന് അല്ലെങ്കിൽ നാം എന്ന വ്യക്തി പ്രൊട്ടക്ഷനായിട്ട്, സംരക്ഷണമായിട്ട് എടുക്കണം. ഇനി നമുക്ക് ശത്രുദോഷത്തിന്റെ ഫലം മൂലമുണ്ടാകുന്ന ലക്ഷണങ്ങളെ ഒന്ന് പരിശോധിക്കാം. ക്ഷീണം, തളർച്ച, മടി, അകാരണമായി ഉണ്ടാകുന്ന അസ്വസ്ഥത, രോഗാദി ദുരിതങ്ങൾ ഇവയൊക്കെ ശത്രുദോഷം മൂലമുണ്ടാകുന്ന ദോഷഫലങ്ങളാണ്. ശത്രുദോഷം മൂലമുണ്ടാകുന്ന രോഗങ്ങളൊക്കെ ചിലപ്പോൾ തിരിച്ചറിയപ്പെടാനും വൈകിയേക്കാം. ചിലപ്പോഴൊക്കെ തിരിച്ചറിയപ്പെടാൻ തന്നെ ബുദ്ധിമുട്ടും ആയേക്കാം. ശത്രുദോഷം മൂലമുണ്ടാകുന്ന രോഗാവസ്ഥ സമ്പൂർണമാണ് എന്ന് തന്നെ പറയണം. രോഗം ഇനി തിരിച്ചറിഞ്ഞു കഴിഞ്ഞാലും മരുന്ന് കഴിച്ചാലും ചിലപ്പോൾ അത് വേണ്ടത്ര ഫലപ്രദമാകണമെന്നില്ല. ശത്രുദോഷം നിലനിൽക്കുന്ന കാലത്തോളം, അതിന് പരിഹാരം ചെയ്യാത്ത കാലത്തോളം അത് ഫലപ്രദം ആകണമെന്നില്ല. ശത്രുദോഷത്തിന്റെ കാഠിന്യമനുസരിച്ച് ആ അവസ്ഥയ്ക്ക് മാറ്റങ്ങൾ ഉണ്ടാകും. തൊഴിൽ മേഖലയിലെ തടസ്സമാണ് ശത്രുദോഷത്തിന്റെ മറ്റൊരു ലക്ഷണം. ജോലിയിൽ ഉത്സാഹമില്ലായ്ക, ജോലി സ്ഥലത്ത് ശാരീരിക വിഷമതകൾ ഉണ്ടാകുക, മാനസികമായിട്ടുള്ള പ്രയാസങ്ങൾ ഉണ്ടാകുക, ഉദരവേദന ഉണ്ടാകുക, തലവേദന തുടങ്ങിയ പ്രശ്നങ്ങളൊക്കെ തൊഴിൽ സ്ഥലത്ത് ചെല്ലുമ്പോൾ ഉണ്ടാകുക, ഇതൊക്കെ ശത്രുദോഷത്തിന്റെ ഫലമാണ്. കൂടാതെ എത്ര ശ്രദ്ധിച്ചാലും തൊഴിൽ സ്ഥലത്ത് അശ്രദ്ധയുണ്ടാകുക, അശ്രദ്ധ മൂലം കുഴപ്പങ്ങൾ ഉണ്ടാകുക, ചിലർക്ക് ജോലിയോട് തന്നെ ഉത്തരവാദിത്തമില്ലായ്ക വരിക, ജോലി തന്നെ മടുപ്പുളവാക്കുന്നതാകുക, അങ്ങനെയൊക്കെ സംഭവിക്കാറുണ്ട്. സ്വാഭാവികമായും അങ്ങനെ വരുമ്പോൾ ജോലിയോട് വെറുപ്പുണ്ടാകുകയും അത് തൊഴിലിനെ ബാധിക്കുകയും ചെയ്യും. അങ്ങനെ വരുമ്പോൾ ജോലി നഷ്ടപ്പെടാനുള്ള സാഹചര്യങ്ങളും വന്നേക്കാം. ശത്രു ആഗ്രഹിക്കുന്നതും അതുതന്നെയാകാം. ചുരുക്കത്തിൽ ശത്രുദോഷം മൂലം കാര്യതടസ്സം, തൊഴിൽ നഷ്ടം, രോഗം തുടങ്ങിയ ദുരിതങ്ങൾ ഉണ്ടാകാം. ചിലരൊക്കെ വിളിച്ചുചൊല്ലി പ്രാർത്ഥനയിലൂടെയും മറ്റ് കർമ്മങ്ങളിലൂടെയും ഒക്കെ ശത്രുക്കളുടെ മനോനില തെറ്റിക്കാനുള്ള കർമ്മങ്ങളും ചെയ്യാറുണ്ട്. അത്തരത്തിൽ കഠിനമായിട്ടുള്ള പ്രവർത്തികൾ, ദ്രോഹപ്രവർത്തികൾ ആര് ചെയ്താലും പിന്നീട് അതിന് തിരിച്ചടികൾ ഉണ്ടാകാം. എന്നാൽ കുറച്ചു കാലത്തേക്ക് ഇത് ചെയ്യപ്പെടുന്ന വ്യക്തിയെയും ബാധിച്ചേക്കാം. അതിന് നിർബന്ധമായിട്ടും അതുകൊണ്ട് തന്നെ പരിഹാരം ചെയ്യേണ്ടതാണ്. ശത്രുദോഷം
ശത്രുദോഷം കടുത്തതാണെങ്കിൽ ആ വ്യക്തിക്ക് മാത്രമല്ല കുടുംബാംഗങ്ങൾക്കും ആ വ്യക്തിയുടെ വീട്ടിലെ വളർത്തു മൃഗങ്ങൾക്കും അതൊക്കെ ദോഷകരമായിട്ട് ബാധിച്ചേക്കാം. കുറച്ചൊക്കെ ദൈവാധീനമുള്ള വ്യക്തിയാണ് സത്കർമ്മങ്ങളും ഗ്രഹപ്രീതികരമായിട്ടും ദേവപ്രീതികരമായിട്ടുമുള്ള കർമ്മങ്ങൾ ചെയ്യുന്ന വ്യക്തിയാണെങ്കിൽ അയാളിൽ ഉണ്ടാകേണ്ട ശത്രുദോഷങ്ങൾ വളർത്തു മൃഗങ്ങളിലേക്ക് ബാധിച്ചേക്കാം. അങ്ങനെ എണ്ണിയാലൊടുങ്ങാത്ത പ്രശ്നങ്ങളും ദോഷങ്ങളും മൂലം ശത്രുദോഷം കാരണമാക്കിയേക്കാം. ഇനി നമുക്ക് ശത്രുദോഷം എങ്ങനെ പരിഹരിക്കാമെന്നുള്ള കാര്യമൊന്ന് പരിശോധിക്കാം. ഭദ്രകാളി ക്ഷേത്രത്തിൽ വിശ്വാസപൂർവം പ്രാർത്ഥിച്ച് വഴിപാടുകൾ നടത്തുന്നതാണ് പ്രഥമമായിട്ടുള്ള മാർഗം. ഭദ്രകാളി ക്ഷേത്രത്തിൽ ഗുരുതി നടത്തുന്നത് ശത്രുദോഷം മാറാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട വഴിപാടാണ്. ചെട്ടുളങ്ങര ദേവീക്ഷേത്രം പോലെയുള്ള ക്ഷേത്രങ്ങളിൽ ഗുരുതി വഴിപാട് വളരെ വിശേഷമാണ്. ഏത് ശത്രുദോഷത്തെയും ഇല്ലാതാക്കാൻ സഹായകരമാണ്. ചൊവ്വ വെള്ളി ദിവസങ്ങളിൽ ഭദ്രകാളി ക്ഷേത്രത്തിൽ ദീപാരാധന തൊഴുത് ശത്രുദോഷം ഇല്ലാതാക്കി തരണം എന്ന് പ്രാർത്ഥിക്കുന്നതും ശത്രുദോഷത്തിൽ നിന്ന് നമ്മെ രക്ഷിക്കുന്നതിന് സഹായകരമാണ്. ദേവിക്ക് രക്തപുഷ്പാഞ്ജലി, കുങ്കുമാഭിഷേകം, മഞ്ഞൾപ്പൊടി അഭിഷേകം തുടങ്ങിയവയൊക്കെ ശത്രുദോഷത്തെ ഇല്ലാതാക്കാനുള്ള വഴിപാടുകളാണ്. കൂടാതെ 7 ദിവസം തുടർച്ചയായി ഭദ്രകാളി ക്ഷേത്രത്തിൽ തൊഴുത് പ്രാർത്ഥിച്ചാൽ ഏത് ശത്രുദോഷവും ഇല്ലാതാകുന്നതാണ്. കൂടാതെ നാഗദൈവങ്ങൾക്ക് ഉപ്പും മഞ്ഞളും വഴിപാടായി സമർപ്പിക്കുന്നതും ശത്രുദോഷത്തെ ഇല്ലാതാക്കും. സുബ്രഹ്മണ്യ സ്വാമിക്ക് പഞ്ചഗവ്യ അഭിഷേകം നടത്തുന്നതും ശത്രുദോഷത്തിന് പരിഹാരമാണ്. ഭദ്രകാളി ക്ഷേത്രത്തിൽ ചുവന്ന പട്ടു സമർപ്പിക്കുന്നതും ദേവിക്ക് ചെമ്പരത്തിപ്പൂമാല സമർപ്പിക്കുന്നതും ചെത്തിപ്പൂമാല സമർപ്പിക്കുന്നതുമൊക്കെ ശത്രുദോഷത്തിന് പരിഹാരമാണ്. ശത്രുദോഷത്തിന് പരിഹാരമായി നമുക്ക് ശിവക്ഷേത്രത്തിലും വഴിപാട് നടത്താം. തേൻ കൊണ്ട് അഭിഷേകം നടത്തുന്നത് ശത്രുദോഷത്തിന് പരിഹാരമാണ്. കൂടാതെ ഭഗവാന് കറുത്ത പട്ട് ചാർത്തുന്നതും ശത്രുദോഷ പരിഹാരമാണ്. ശത്രുദോഷം ഇല്ലാതാക്കാനായിട്ട് അയ്യപ്പസ്വാമിക്ക് എരിക്കിൻ പൂമാല സമർപ്പിക്കുന്നതും ഭസ്മാഭിഷേകം നടത്തുന്നതും ഫലപ്രദമാണ്. ശത്രുദോഷം ഇല്ലാതാക്കാൻ ക്ഷിപ്രഗോപിയും ക്ഷിപ്രപ്രസാദിയുമായിട്ടുള്ള ഹനുമാൻ സ്വാമിക്ക് വെറ്റിലമാല സമർപ്പിക്കുന്നതും വിശേഷമാണ്. ഹനുമാൻ സ്വാമിക്ക് വെറ്റിലയും നാരങ്ങയും ചേർത്തുള്ള മാല സമർപ്പിക്കുന്നതും ശത്രുദോഷത്തിന് പരിഹാരമാണ്. സാധാരണഗതിയിലുള്ള ശത്രുദോഷമാണ് നിങ്ങളെ ബാധിച്ചതെങ്കിൽ ഈ പറഞ്ഞ വഴിപാടുകൾ കൊണ്ടൊക്കെ നിങ്ങളുടെ ശത്രുദോഷം മാറുന്നതാണ്. എന്നാൽ കടുത്ത രീതിയിലുള്ള ആഭിചാര കർമ്മങ്ങളും ശത്രുവിന്റെ കഠിനമായിട്ടുള്ള കർമ്മങ്ങളും ദോഷങ്ങളും ഒക്കെ നിങ്ങളെ ബാധിച്ചിട്ടുണ്ടെങ്കിൽ വിദഗ്ധനായിട്ടുള്ള ഒരു ജ്യോതിഷിയെ കണ്ട് ശത്രുദോഷത്തിന്റെ കാഠിന്യം മനസ്സിലാക്കി എന്താണ് എന്നുള്ളത് ചിന്തിച്ച് ഫലപ്രദമായിട്ടുള്ള ഒരു പരിഹാര മാർഗം തേടുക. ശത്രുദോഷം മൂലം ജീവിതം തന്നെ താറുമാറായിരിക്കുന്ന നിരവധി ആളുകളെ നമ്മുടെ ചുറ്റും നമുക്ക് കാണാൻ സാധിക്കും. എല്ലാവരെയും ഭഗവാൻ ശത്രുദോഷത്തിൽ നിന്ന് രക്ഷിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമസ്കാരം. ഋഷിപ്രോക്തം ചാനലിലേക്ക് ഏവർക്കും ഹൃദ്യമായി സ്വാഗതം. ഇടയ്ക്കൊക്കെ ദോഷപരിഹാരങ്ങളെ അവതരിപ്പിച്ചുകൊണ്ട് വീഡിയോകൾ ചെയ്തിരുന്നു. മംഗല്യദോഷ തടസ്സത്തിനും തൊഴിൽ തടസ്സത്തിനുമൊക്കെ ആയിട്ട് നിരവധി വീഡിയോകൾ അത്തരത്തിൽ ചെയ്തിരുന്നു. അതിന്റെ തുടർച്ചയെന്നോണം അത്തരത്തിലൊരു വിഷയമാണ് ഇന്നത്തെ വീഡിയോയിൽ ചെയ്യുന്നത്. നമുക്ക് വിഷയത്തിലേക്ക് പോകാം. ഇന്ന് അവതരിപ്പിക്കുന്നത് മദ്യം, മയക്കുമരുന്ന്, ചൂതുകളി തുടങ്ങിയ കാര്യങ്ങളിൽ പല വ്യക്തികളും അഡിക്റ്റായി പോകാറുണ്ട്. അതിൽ ആഴത്തിൽ ഇറങ്ങിച്ചെന്ന് അവരുടെ ജീവിതം തന്നെ നശിപ്പിക്കാറുണ്ട്. അത്തരത്തിൽ ഏതെങ്കിലും വ്യക്തിയെ ബാധിക്കുന്ന ഭ്രമത്തെ ഇല്ലാതാക്കുന്നതിന് വേണ്ട ആധ്യാത്മികമായിട്ടുള്ള പരിഹാരത്തെയാണ് ഇന്നത്തെ വീഡിയോയിൽ അവതരിപ്പിക്കുന്നത്. ജാതകത്തിൽ സൂര്യൻ, ബുധൻ തുടങ്ങിയ ഗ്രഹങ്ങളൊക്കെ അനിഷ്ടസ്ഥാനത്ത് നിൽക്കുക, ചന്ദ്രന് രാഹുയോഗം ഉണ്ടാകുക, ചന്ദ്രന് ബലമില്ലാത്ത അവസ്ഥ വരിക, 5ാം ഭാവത്തിലൊക്കെ രാഹു നിൽക്കുക, പാപഗ്രഹങ്ങൾ നിൽക്കുക തുടങ്ങിയ കാര്യങ്ങളൊക്കെ സംഭവിക്കുമ്പോൾ ജാതകത്തിൽ ഉണ്ടെങ്കിൽ ആ വ്യക്തി എന്തിലെങ്കിലുമൊക്കെ അഡിക്റ്റായി പോകാൻ, അതായത് മാനസികമായിട്ടുള്ള നിയന്ത്രണമില്ലാതെ ഒരു കാര്യത്തിലേക്ക് പൂർണ്ണമായിട്ട് മുഴുകിച്ചേർന്ന് പോകാനുള്ള സാഹചര്യം ഉണ്ടാകുന്നതാണ്. അത്തരത്തിൽ മയക്കുമരുന്നോ മദ്യമോ ഉപയോഗിച്ചു തുടങ്ങിയാൽ അതിലേക്ക് പൂർണ്ണമായിട്ടും മുങ്ങിപ്പോകുന്ന ഒരവസ്ഥ ഉണ്ടായേക്കാം. ചൂതുകളിയാണ് എങ്കിൽ ചൂതുകളി, ഇന്നത്തെ കാലത്ത് ഗെയിമൊക്കെ കളിച്ചിട്ട് ജീവിതം നശിപ്പിക്കുന്ന വ്യക്തികളുമുണ്ട്. ഗെയിമിനൊക്കെ അഡിക്റ്റ് ആയിട്ട് ആത്മഹത്യ വരെ ചെയ്യുന്ന കുട്ടികളും മുതിർന്നവരും ഒക്കെ ഉണ്ട്. കഴിഞ്ഞ ദിവസം നമ്മൾ പത്രവാർത്തയിൽ അറിഞ്ഞതാണ്, ചൈനയിൽ ഒരു കുട്ടി 50 ലക്ഷം രൂപ മാതാപിതാക്കൾ അറിയാതെ ചെറിയ കുട്ടി ഗെയിം കളിച്ച് ഇല്ലാതാക്കി എന്നുള്ളത്. അപ്പോൾ അത്തരത്തിൽ അതേപോലെ തന്നെ മയക്കുമരുന്ന്, മദ്യം ഇന്ന് കുട്ടികളിൽ പോലും വളരെ അധികം എത്തിയിരിക്കുകയാണ്. നിരവധി ജീവിതങ്ങളാണ് അതുകൊണ്ട് പൊലിയുന്നത്, നിരവധി കുടുംബങ്ങളാണ് അതുകൊണ്ട് താറുമാറാകുന്നത്. ഇത്തരത്തിൽ ഗ്രഹനിലയിൽ സൂര്യൻ, ബുധൻ, ചന്ദ്രൻ എന്നീ ഗ്രഹങ്ങൾക്ക് ദോഷങ്ങൾ സംഭവിക്കുകയാണെങ്കിൽ ആ വ്യക്തിക്ക് അങ്ങനെ പോകാനുള്ള സാഹചര്യം ഉണ്ടായേക്കാം. ഒരു വ്യക്തിയുടെ ജാതകം പരിശോധിച്ച് അതിനു വേണ്ട പ്രതിവിധി ചെയ്യുക, അത്തരത്തിലൊരു വിഷയമാണ് ഇന്നത്തെ വീഡിയോയിൽ പ്രതിപാദിക്കുന്നത്.
ജാതകം പരിശോധിച്ച് നമുക്ക് ഇത്തരത്തിൽ ഇത് മുൻകൂട്ടി കണ്ടുകൊണ്ട് കുട്ടികളെ അല്ലെങ്കിൽ മുതിർന്നവരെ ആണെങ്കിൽ മുതിർന്നവരെ ഇതിൽ നിന്ന് മാറ്റാനുള്ള ആധ്യാത്മികമായിട്ടുള്ള ഒരു ശ്രമം നമുക്ക് നടത്തി നോക്കാം. ഒരു വ്യക്തി തുനിഞ്ഞിറങ്ങിയാൽ ഒരുപക്ഷെ ആർക്കും ആ വ്യക്തിയെ തടയാനാകില്ല. മദ്യപാനത്തിനോ മയക്കുമരുന്നിനോ അഡിക്റ്റ് ആകുന്നതിന് ആ വ്യക്തിയുടെ തന്നെ ചിന്തകൾ മാറേണ്ടിയിരിക്കുന്നു. ആ വ്യക്തി പൂർണ്ണമായിട്ടും മനസ്സുകൊണ്ട് മാറണമെന്ന് ആഗ്രഹിച്ചാൽ മാത്രമേ അത് നമുക്ക് മാറ്റുവാനും സാധിക്കുകയുള്ളൂ. എന്നാൽ പലപ്പോഴും പലരും മനസ്സുകൊണ്ട് മാറണമെന്ന് ആഗ്രഹിച്ചാൽ പോലും മാറാൻ പറ്റാത്തതായിട്ടുള്ള സാഹചര്യവുമുണ്ട്. അങ്ങനെ വരുമ്പോൾ അവരെ നമുക്ക് ആധ്യാത്മികമായിട്ടുള്ള മാർഗത്തിൽ കൂടി സഹായിക്കാം. മറ്റു പല മാർഗങ്ങളുമുണ്ട്. അതെല്ലാം തേടി അതെല്ലാം ഒരേപോലെ തന്നെ കൊണ്ടുപോയിക്കൊണ്ട് തന്നെ വേണം ആധ്യാത്മികമായിട്ടുള്ള കാര്യങ്ങളും പിന്തുടരാൻ. ഗ്രഹദോഷ കർമ്മങ്ങൾക്ക് ആധ്യാത്മികമായിട്ട് ആചാര്യ വിധികളനുസരിച്ച് നിരവധിയായിട്ടുള്ള ദോഷശാന്തികളുണ്ട്. ഇവിടെ നാം അത്തരത്തിലുള്ള ചില പൊതു കാര്യങ്ങളെയാണ് ചിന്തിക്കുന്നത്. നിങ്ങളുടെ കുടുംബത്തിൽ ആരെങ്കിലും ഇത്തരത്തിലുള്ള ഏതെങ്കിലും വിധത്തിലുള്ള ഭ്രമത്തിലേക്ക് പോകുന്നുണ്ടെങ്കിൽ അവരുടെ ജാതകം ഒന്ന് പരിശോധിക്കുക. ഏതൊക്കെ ഗ്രഹങ്ങളാണ് ദോഷസ്ഥാനത്ത് നിൽക്കുന്നത് അല്ലെങ്കിൽ ദോഷം ചെയ്യുന്നത് എന്ന് കണ്ടെത്തി ആ ഗ്രഹത്തിന് ദോഷശാന്തി പൂജ ചെയ്യുക. അതോടൊപ്പം മറ്റ് പൊതുവായിട്ടുള്ള പരിഹാര മാർഗങ്ങളും ചെയ്യുക. ആമുഖമായി വീണ്ടും പറയുകയാണ്, ആധ്യാത്മികമായിട്ടുള്ള കാര്യങ്ങൾ മാത്രം കൊണ്ട് ഒരു വ്യക്തിയെ തിരികെ കൊണ്ടുവരാൻ സാധിക്കില്ല. വീട്ടുകാരുടെ പിന്തുണയും അവരുടെ സഹകരണവും പിന്നെ മറ്റ് മാർഗങ്ങളും എല്ലാം കൂടി ഇതിനോടൊപ്പം ചേർത്തുകൊണ്ട് വേണം. അപ്പം നമുക്ക് ഈ ആധ്യാത്മിക മാർഗത്തിലൂടെ എന്തെല്ലാം ലളിതമായിട്ടുള്ള പരിഹാരങ്ങളെ ചെയ്യാം എന്നുള്ള വിഷയത്തിലേക്ക് കടക്കാം. അതിനായിട്ട് ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രങ്ങളിൽ എല്ലാ ബുധനാഴ്ചയും പ്രത്യേകമായി പ്രാർത്ഥന നടത്തുക, അർച്ചന നടത്തുക, പാൽപ്പായസം തുടങ്ങിയ വഴിപാടുകൾ നടത്തുക എന്നിവയാണ് നമുക്ക് ആദ്യമായി ചെയ്യേണ്ടത്. കൂടാതെ ആ വ്യക്തി മാറ്റം ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ 41 ദിവസം നിർമാല്യ ദർശനം നടത്തുകയാണെങ്കിൽ തീർച്ചയായിട്ടും അതിന് ഫലമുണ്ടാകുമെന്നാണ് വിശ്വാസം. ആ വ്യക്തികൾ അതിന് താല്പര്യമില്ലാത്ത അവസ്ഥയിലാണെങ്കിൽ ആ വ്യക്തിക്ക് വേണ്ടി അമ്മയോ അല്ലെങ്കിൽ കുടുംബാംഗങ്ങളിൽ ആരെങ്കിലുമോ 41 ദിവസം നിർമാല്യ ദർശനം നടത്തി ആ വ്യക്തിക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. മനസ്സിന്റെ ശക്തി അപാരമാണ്. അതുകൊണ്ട് തന്നെ കുടുംബാംഗങ്ങളുടെ മാനസികമായിട്ടുള്ള ശക്തി ആ വ്യക്തിയെ ഇത്തരത്തിലുള്ള ആസക്തികളിൽ നിന്ന് പിന്തിരിക്കാൻ സഹായിക്കും. കൂടാതെ സുദർശന യന്ത്രം ധരിക്കുന്നതും ഈ വ്യക്തിയെ ധരിപ്പിക്കുന്നത് ഉത്തമമാണ്. സുദർശനം എന്നാൽ നല്ല ദർശനം എന്നാണ്. ശരിയായിട്ടുള്ള മാനസിക നില കൈവരിക്കുന്നതിന് സുദർശന യന്ത്രം ഉത്തമമാണ്. കൂടാതെ ഓം നമോ വാസുദേവായ എന്ന മന്ത്രം ഈ വ്യക്തിയോ അല്ലെങ്കിൽ കുടുംബാംഗങ്ങൾ ആരെങ്കിലുമോ നിത്യം 108 പ്രാവശ്യം ജപിക്കുന്നതും വളരെ മാറ്റങ്ങൾ ഉണ്ടാക്കും. അതോടൊപ്പം തന്നെ ശ്രീകൃഷ്ണ ഭഗവാന്റെ സ്തുതികളും ഒക്കെ ചൊല്ലുന്നതും വളരെ വിശേഷമാണ്. മദ്യം, മയക്കുമരുന്ന്, ചൂതുകളി തുടങ്ങി ഇന്നത്തെ കാലഘട്ടത്തിന് യോജിച്ചതുമായിട്ടുള്ള പല വിധത്തിലുള്ള ആസക്തികളൊക്കെ ഒഴിവാക്കുന്നതിന് പ്രത്യേകമായി വിശേഷ വഴിപാടുകളുള്ള ക്ഷേത്രങ്ങളുമുണ്ട്. അത്തരത്തിൽ പ്രധാനപ്പെട്ട കേരളത്തിലെ 3 ക്ഷേത്രങ്ങളെ കൂടി നമുക്ക് പരിചയപ്പെടാം. ഇത്തരത്തിലുള്ള ആസക്തി ബാധിച്ചവരെ മാറ്റിയെടുക്കാനായിട്ട് നെയ്യാറ്റിങ്കര ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിൽ വിശേഷമായിട്ടുള്ള ശക്തിവിശേഷങ്ങൾ ഉള്ളതായിട്ടാണ് അറിയപ്പെടുന്നത്. തിരുവനന്തപുരം ജില്ലയിലെ നെയ്യാറ്റിങ്കര ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രം, അവിടെ തൃക്കൈവെണ്ണ നടത്തുന്നത് ഇത്തരത്തിലുള്ള ആസക്തിയെ ആ വ്യക്തിയിൽ നിന്ന് ഇല്ലാതാക്കുന്നതിന് സഹായിക്കുമെന്നാണ് വിശ്വാസം. കൂടാതെ രോഗശാന്തിക്കും മറ്റ് അഭീഷ്ടസിദ്ധിക്കും ഒക്കെ ഈ വഴിപാട് അവിടെ നടത്താറുണ്ട്. മാർത്താണ്ഡവർമ്മ മഹാരാജാവുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള അമ്മച്ചിപ്ലാവ് ഈ ക്ഷേത്രത്തിലാണുള്ളത്. ഇവിടെ മീനമാസത്തിലെ രോഹിണി നാളിലാണ് ആറാട്ടുള്ളത്. ക്ഷേത്രം വളരെ വിശേഷമാണ്. ഇത്തരത്തിലുള്ള ആസക്തിയുള്ള ഒരാളാണ് എങ്കിൽ തീർച്ചയായിട്ടും തിരുവനന്തപുരവും പരിസര പ്രദേശങ്ങളിലുമുള്ള ആൾക്കാരാണ് എങ്കിൽ നെയ്യാറ്റിങ്കര കൃഷ്ണസ്വാമി ക്ഷേത്രത്തിൽ ദർശനം നടത്തി ആ വ്യക്തിക്ക് വേണ്ടി വഴിപാടുകൾ നടത്തുക, മാറ്റങ്ങൾ ഉണ്ടാകും. അടുത്തത് മധ്യ കേരളത്തിലെ ആറന്മുള പാർത്ഥസാരഥി ക്ഷേത്രമാണ്. പത്തനംതിട്ട ജില്ലയിലെ ആറന്മുളയിലാണ് പാർത്ഥസാരഥി ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. പാർത്ഥന്റെ സാരഥിയുടെ രൂപത്തിലാണ് ശ്രീകൃഷ്ണ ഭഗവാൻ ഇവിടെ കുടികൊള്ളുന്നത്. എന്നാൽ ഭഗവാന്റെ ഇടതുവശത്തായിട്ട്, അതായത് ക്ഷേത്രത്തിന്റെ ശ്രീകോവിലിന്റെ വടക്ക് വശത്തായിട്ട് ബലരാമന്റെ ഒരു പ്രതിഷ്ഠയുണ്ട്. അതിന് കീഴ് തൃക്കോവിൽ എന്നാണ് പറയുന്നത്. അവിടെയാണ് ഇത്തരം ഭ്രമം നേരിട്ടിട്ടുള്ള വ്യക്തികൾക്ക് വേണ്ട മാറുന്നതിന് വേണ്ടിയിട്ടുള്ള വഴിപാട് സമർപ്പിക്കേണ്ടത്. മകരമാസത്തിലെ തിരുവോണത്തിലാണ് ഇവിടുത്തെ ഉത്സവം. ചിങ്ങമാസത്തിലെ ഉത്രട്ടാതി നാളിൽ ഇവിടെ അതിവിശേഷമായിട്ടുള്ള ഉത്രട്ടാതി വള്ളംകളിയുണ്ട്. അത് ക്ഷേത്രത്തിന്റെ പ്രതിഷ്ഠാ മഹോത്സവത്തിന്റെ ഭാഗമായിട്ടാണ് നടത്തുന്നത്. എൻ്റെ തീർത്ഥയാത്ര എന്ന യൂട്യൂബ് ചാനലിൽ ആറന്മുള പാർത്ഥസാരഥി ക്ഷേത്രത്തിൻ്റെ വള്ളംകളിയും പള്ളിയോടത്തിലെ യാത്രയും ക്ഷേത്രത്തിലെ
വള്ളസദ്യയും ക്ഷേത്രത്തിൻ്റെ വിശേഷങ്ങളും ഒക്കെ 3 വീഡിയോകളിലായിട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ആ വീഡിയോ കാണണമെന്ന് താല്പര്യമുള്ളവർക്ക് വീഡിയോ കാണുക. അതായത് ആറന്മുള പാർത്ഥസാരഥി ക്ഷേത്രത്തിൽ ഭഗവാൻ ശ്രീകൃഷ്ണ ഭഗവാന് വഴിപാടുകൾ നടത്തുന്നതോടൊപ്പം ബലരാമ ഭഗവാന് കീർത്തിർക്കോവിൽ വഴിപാടുകൾ നടത്തി ഇത്തരത്തിലുള്ള മദ്യം, മയക്കുമരുന്ന് തുടങ്ങിയ ആസക്തികളിൽ നിന്ന് ആ വ്യക്തിയെ ഇല്ലാതാക്കാൻ സാധിക്കും. അടുത്തത് പറയുന്നത് കോട്ടയം ജില്ലയിലുള്ള കോട്ടയം തിരുവാർപ്പ് എന്ന സ്ഥലത്തുള്ള ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തെക്കുറിച്ചാണ്. കോട്ടയം ടൗണിൽ നിന്ന് ഏകദേശം 4 കിലോമീറ്റർ മാത്രമാണ് തിരുവാർപ്പിലേക്കുള്ള ദൂരം. ശ്രീകൃഷ്ണ പരമാത്മാവാണ് ഇവിടുത്തെ പ്രതിഷ്ഠ. വലിയൊരു പ്രത്യേകത ഈ ക്ഷേത്രത്തിലുണ്ട്. വെളുപ്പിനെ 2 മണിയോടുകൂടി നട തുറന്ന് ഏകദേശം 3 മണിയോടുകൂടി ഉഷപൂജ പൂർത്തിയാക്കുന്ന ക്ഷേത്രം കൂടിയാണ്. മേടം 1 മുതലാണ് ഇവിടെ ഉത്സവകാലം. ഇവിടെയും തൃക്കൈ വെണ്ണ തുടങ്ങിയ വഴിപാടുകൾ നടത്തുന്നതും പാൽപ്പായസം നടത്തുന്നതും അർച്ചനകൾ നടത്തുന്നതുമൊക്കെ മദ്യം, മയക്കുമരുന്ന് തുടങ്ങിയ ആസക്തികളിൽ നിന്ന് ഒരു വ്യക്തിയെ രക്ഷിക്കുന്നതിന് സഹായകരമാകും. ഭൗതികമായിട്ടുള്ള കാര്യങ്ങളോടൊപ്പം ആധ്യാത്മികമായിട്ടുള്ള ഇത്തരം ദോഷപരിഹാരങ്ങൾ കൂടി ചെയ്തുകൊണ്ട് മദ്യപാനാസക്തിയിൽ നിന്നും മയക്കുമരുന്നിൻ്റെ ഉപയോഗത്തിൽ നിന്നും കൂടാതെ ഇപ്പോഴത്തെ ആധുനിക കാലത്തെ ഗെയിമുകൾ തുടങ്ങിയ ഉപയോഗങ്ങളിൽ നിന്നുമൊക്കെ ആസക്തികളിൽ നിന്നുമൊക്കെ ഒരു വ്യക്തിയെ രക്ഷപ്പെടുത്താനായിട്ട് സാധിക്കും. അത്തരത്തിലുള്ള കാര്യമാണ് ഇന്നത്തെ വീഡിയോയിൽ പ്രതിപാദിച്ചത്. ഗ്രഹപ്പിഴ അനുഭവിക്കുന്നവർ നിരവധിയാണ്. ജാതകത്തിലുള്ള ദോഷം കൊണ്ടുമൊക്കെ ഗ്രഹപ്പിഴ വളരെയധികം പേരെ ബുദ്ധിമുട്ടിലാക്കുന്നുണ്ട്. അത്തരത്തിൽ ഗ്രഹപ്പിഴ വളരെ ബുദ്ധിമുട്ടിക്കുന്ന ആൾക്കാർക്ക് വേണ്ടിയിട്ടാണ് ഇന്നത്തെ വീഡിയോ തയ്യാറാക്കുന്നത്. വീഡിയോയിലേക്ക് കടക്കാം. ഗണപതി ഭഗവാനെ പ്രീതിപ്പെടുത്തിക്കൊണ്ട് തന്നെ എത്ര കഠിനമായിട്ടുള്ള ഗ്രഹപ്പിഴയാണെങ്കിലും ഇല്ലാതാക്കാനായിട്ട് സാധിക്കും. ഭക്തിയും വിശ്വാസവും വേണമെന്ന് മാത്രം. നിഷ്ഠയോടുകൂടിയുള്ള ഗണപതി ഉപാസനയിലൂടെ തീർച്ചയായിട്ടും ഗ്രഹപ്പിഴയെ ഇല്ലാതാക്കാനായിട്ട് സാധിക്കും. ആ വിഷയമാണ് ഇന്ന് നാം പരിശോധിക്കുന്നത്. ഗ്രഹപ്പിഴ ഉള്ളവർക്ക് മാത്രമല്ല ഇന്ന് പറയുന്ന വീഡിയോ പ്രയോജനം ചെയ്യുന്നത്. ഏതെങ്കിലും പുതിയ സംരംഭങ്ങളൊക്കെ തുടങ്ങാനും ഏതെങ്കിലും കാര്യസാധ്യത്തിനുമൊക്കെ ആയിട്ട് നമുക്ക് ഗണപതി ഭഗവാനെ പ്രീതിപ്പെടുത്തിക്കൊണ്ട് അതിൽ വിജയിക്കാനായിട്ട് സാധിക്കും. അതിനെല്ലാം ചേർത്തുകൊണ്ടുള്ള ഒരു ഉപാസന രീതിയാണ് ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത്. നമുക്കതിലേക്ക് കിടക്കാം. ഉദ്ദിഷ്ട കാര്യസാധ്യത്തിനും തടസ്സ നിവാരണത്തിനുമായിട്ട് കറുകമാല ചാർത്തുക എന്നുള്ളതാണ് അതിവിശേഷമായിട്ടുള്ള വഴിപാട്. എന്നാൽ എല്ലാവരും ഗണപതി ക്ഷേത്രത്തിലും ഗണപതി ഉപദേവതാ ക്ഷേത്രങ്ങളിലുമൊക്കെ പോയി കറുകമാല വില കൊടുത്തു വാങ്ങി ചാർത്തുന്ന സമ്പ്രദായമുണ്ട്. എന്നാൽ അതിനുപരിയായിട്ട് അവരവരുടെ ഒരു ഉപാസന ഉണ്ടെങ്കിൽ മാത്രമേ അതിന് പൂർണ്ണ ഫലസിദ്ധി ലഭിക്കുകയുള്ളൂ. എൻ്റെ ഗുരുനാഥനായിട്ടുള്ള അപ്പുകുട്ടൻ മാഷ് എല്ലായ്പ്പോഴും പറയുമായിരുന്നു, നാം വഴിപാട് ചെയ്യുമ്പോഴും അല്ലെങ്കിൽ വഴിപാടിന് ഒരാൾക്ക് എഴുതി കൊടുക്കുമ്പോഴും ആ വ്യക്തിയുടെ സാമ്പത്തിക സ്ഥിതിയൊക്കെ അനുസരിച്ചിട്ട് വേണം യുക്തമായിട്ട് പരിഹാര മാർഗങ്ങൾ എഴുതി കൊടുക്കാൻ. മുഹുരിപു മനസ്സ യോജയേൽ ബുദ്ധിശാലി എന്നാണ്. അത് പൊരുത്ത വിഷയത്തിൽ പറയുന്നതാണെങ്കിൽ പോലും ആലോചനാശേഷിയോടുകൂടി ചിന്തിച്ചു വേണം ഒരു പരിഹാരത്തെ ഒരാൾക്ക് നിശ്ചയിക്കാനായിട്ട്. അതായത് നാം ഗണപതിക്ക് കറുകമാല സമർപ്പിക്കുന്നുവെങ്കിൽ നമ്മുടെ കയ്യിൽ ധാരാളം പണമുണ്ട്, ക്ഷേത്രത്തിൽ പോയി കറുകമാല വാങ്ങിച്ച് ഭഗവാന് ചാർത്താനായിട്ട് സമർപ്പിക്കുന്നു. അതിൽ നമ്മുടേതായിട്ടുള്ള ഭാഗം അല്ലെങ്കിൽ ദേവന് സമർപ്പണമില്ല എന്ന് തന്നെ തീർച്ചയായിട്ടും പറയണം. അങ്ങനെയല്ല, അതിന് ഫലസിദ്ധി വേണമെങ്കിൽ ഗണപതി ഭഗവാന് നമ്മൾ സമർപ്പിക്കുന്നതാകണം. കറുക ഇന്ന് എല്ലാവരുടെയും വീട്ടിലുണ്ട്, അല്ലെങ്കിൽ തൊട്ടടുത്ത പറമ്പിലുമൊക്കെ കറുകയുണ്ട്. ആ കറുക എടുത്തുകൊണ്ട് വന്ന് അത് മാല കെട്ടി ഭഗവാന് സമർപ്പിക്കുന്നതോളം പുണ്യം വേറെ ഒന്നുമില്ല. അത്തരത്തിൽ ചെയ്യുന്നതിലൂടെയാണ് നമുക്കത് പൂർണ്ണ ഫലസിദ്ധിയിലേക്ക് എത്തുന്നത്. എല്ലാവരും അവരവരുടെ ജന്മനക്ഷത്രം പോലും പലപ്പോഴും വാർഷികമായിട്ടുള്ള ജന്മനക്ഷത്രങ്ങൾ ഓർത്തിരുന്നേക്കാം. എന്നാൽ മാസത്തിൽ ഓരോ പ്രാവശ്യവും വരുന്ന പക്കപ്പിറന്നാൾ ആരും ഓർക്കാതില്ല. ആ ദിവസങ്ങളിലൊക്കെ പ്രത്യേകമായിട്ട് ഈശ്വര ഭജന ചെയ്തുകൊണ്ട് നമ്മുടെ ദോഷങ്ങളെ എല്ലാം ഇല്ലാതാക്കാനായിട്ട് സാധിക്കും. നക്ഷത്രത്തിൻ്റെ അനുകൂല അവസ്ഥ നമുക്ക് ലഭിക്കുന്നതിന് അത് മാത്രമാണ് ഏക പോംവഴി. എൻ്റെ നക്ഷത്രങ്ങളെ കുറിച്ച് അറിയേണ്ടതെല്ലാം എന്നുള്ള വീഡിയോകളിൽ പലരും, ചില ആൾക്കാരൊക്കെ എനിക്ക് ഈ നക്ഷത്രത്തിലാണ് ജനിച്ചത് എന്നിട്ടും കൂടുതലായിട്ട് ഫലങ്ങളൊന്നും ഉണ്ടായിട്ടില്ല എന്നൊക്കെ ചിലപ്പോൾ അപൂർവം ചിലരൊക്കെ കമന്റ് ചെയ്യാറുണ്ട്. എന്നാൽ അങ്ങനെയുള്ളവർ ശരിയായ രീതിയിൽ ഈശ്വരാരാധനയോ അല്ലെങ്കിൽ നക്ഷത്രത്തിന് പറഞ്ഞിട്ടുള്ള ഉപാസനാ രീതികൾ അനുവർത്തിക്കുന്നുണ്ടോ എന്നുകൂടി ആലോചിക്കേണ്ടിയിരിക്കുന്നു. ഭാഗ്യം കടാക്ഷിക്കണമെങ്കിൽ നാം അതിന് മനസ്സ് അർപ്പിച്ച് ഈശ്വരനെ ആരാധിക്കണം എന്ന് മാത്രം. അപ്പോൾ അത്തരത്തിൽ ഗണപതി ഭഗവാന് നിഷ്ഠയോടുകൂടി 41 ദിവസം കറുകമാല സമർപ്പിക്കുന്നതിനെ കുറിച്ചാണ് ഇന്ന് നമ്മുടെ വീഡിയോയുടെ പ്രതിപാദ്യ വിഷയം. ഒരു മണ്ഡലകാലം ചെയ്യുന്ന ഏത് കർമ്മങ്ങൾക്കും
100% ഫലപ്രാപ്തിയാണ് നമ്മളുടെ ഗ്രന്ഥങ്ങൾ പറയുന്നത്. അതായത് 41 ദിവസം തുടർച്ചയായി ഗണപതി ഭഗവാന് നാം സ്വയം നിർമ്മിച്ച കറുകമാല സമർപ്പിക്കുകയാണെങ്കിൽ അത് അതിവിശേഷമായിട്ട്, അതായത് 100% ഫലത്തെ നൽകുമെന്നർത്ഥം. ഏത് കൊടിയ ഗ്രഹദോഷങ്ങളും ഗ്രഹപ്പിഴകളും ഇല്ലാതാകും. കൂടാതെ ഏത് കാര്യസാധ്യത്തിനും ഇത്തരത്തിൽ 41 ദിവസം തുടർച്ചയായിട്ട് ഗണപതി ഭഗവാന് കറുകമാല സമർപ്പിച്ച് അത് നേടിയെടുക്കുകയും ചെയ്യാം. ഏത് കാര്യവും ഗണപതി ഭഗവാൻ അങ്ങനെയുള്ള വ്യക്തികൾക്ക് തടസ്സം കൂടാതെ ആ കാര്യത്തെ സാധിച്ചു കൊടുക്കും. 41-ാം ദിവസം വിശേഷാൽ ഗണപതി ഭഗവാന് അഷ്ടോത്തര പുഷ്പാഞ്ജലിയും ചെയ്യുന്നത് കൂടുതൽ ഫലപ്രദമാണ്. പ്രധാന കാര്യങ്ങളുടെ വിജയങ്ങൾക്കായിട്ട് പുതിയ സംരംഭങ്ങളൊക്കെ തുടങ്ങുമ്പോഴും ഇത്തരത്തിൽ ചെയ്യുന്നത് വളരെ അതിവിശേഷമാണ്. ശുഭാരംഭത്തിനും ഏത് കൊടിയ ഗ്രഹപ്പിഴയ്ക്കും ഉത്തമ പരിഹാരമാണ്. 100% പരിഹാരമാണിത്. എന്നാൽ കൃത്യമായിട്ട് അവരവർ തന്നെ ചെയ്യുകയാണെങ്കിൽ 100% ഫലസിദ്ധി ഉണ്ടാകും. അമ്മയോ അല്ലെങ്കിൽ കുടുംബാംഗങ്ങളെയോ ഒക്കെ ഏൽപ്പിച്ചിട്ട് ക്ഷേത്രത്തിൽ പോലും പോകാതെ വഴിപാട് നടത്തി എന്ന് പറഞ്ഞതുകൊണ്ട് യാതൊരു ഫലവുമില്ല. 41 ദിവസം സ്വയം നിർമ്മിച്ച കറുകമാല ഭഗവാന് കൊണ്ടുപോയി ചാർത്തുക. പക്കപ്പിറന്നാളോ വരുന്ന ദിവസം 41-ാമത്തെ ദിവസമാകുന്ന രീതിയിൽ ക്രമീകരിച്ചുകൊണ്ട് ഈ വഴിപാട് ചെയ്താൽ 100% ഫലം ലഭിക്കും. നമ്മുടെ സമർപ്പണമാണ് വലുത്. ഇന്ന് എല്ലാവർക്കും അത്യാവശ്യം സാമ്പത്തികമൊക്കെ ഉണ്ട്. ഒരു കറുകമാല വില കൊടുത്ത് വാങ്ങിച്ച് സമർപ്പിക്കുന്നതിൽ അധികം ഫലത്തെ നേരിട്ട് നാം നിർമ്മിച്ച് സമർപ്പിക്കുന്നത് ചെയ്യുമെന്നാണ് ഇതിൻ്റെ ചുരുക്കം. അതുകൂടാതെ നിരവധിയായിട്ടുള്ള വഴിപാടുകൾ ഗണപതി ഭഗവാന് നൽകാൻ സാധിക്കും. 41 ദിവസം നിങ്ങൾക്ക് തൊഴിലിൻ്റെയും അല്ലെങ്കിൽ മറ്റുള്ള അസൗകര്യങ്ങളൊക്കെ ഉള്ളവരാണെങ്കിൽ 18 നാരങ്ങ വീതം ഒരു മാലയായി കോർത്തുകൊണ്ട് 3 ദിവസം തുടർച്ചയായി അത് ഗണപതി ഭഗവാന് സമർപ്പിക്കുക. അതായത് 41 ദിവസം കറുകമാല സമർപ്പിക്കാൻ സാധിക്കാത്ത വ്യക്തികൾക്കാണ് നാരങ്ങമാല സമർപ്പിക്കേണ്ടത്. അതേപോലെ തന്നെ 3-ാം ദിവസം പക്കപ്പിറന്നാൾ വരുന്ന രീതിയിൽ അത് ക്രമീകരിക്കുകയാണെങ്കിൽ വളരെ വിശേഷമായിട്ടുള്ള ഫലസിദ്ധി ലഭിക്കും. 3-ാം ദിവസം വഴിപാട് ചെയ്യുന്ന ആരുടെ പേരാണോ ആ ആളിൻ്റെ പേരിൽ വിഘ്നഹര സ്തോത്രം കൊണ്ട് പുഷ്പാഞ്ജലി നടത്തുന്നത് ഫലം ഇരട്ടിപ്പിക്കും. എന്ത് ആഗ്രഹമാണ് മനസ്സിലുള്ളത് അത് ആഗ്രഹിച്ചുകൊണ്ട് മനസ്സിൽ ഭഗവാനെ സ്മരിച്ചുകൊണ്ട് ഭക്തിപൂർവം ഈ വഴിപാട് നടത്തുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഫലമുണ്ടാകും. ആഗ്രഹത്തിന് സാഫല്യമാകുന്ന തരത്തിലുള്ള എന്ത് പ്രതിബന്ധങ്ങളുണ്ടായാലും ഗണപതി ഭഗവാൻ അതിനെയെല്ലാം ഇല്ലാതാക്കി ആഗ്രഹ സാഫല്യം പൂർത്തിയാക്കും. കടുത്ത ഗ്രഹപ്പിഴ ഉള്ളവരും ആഗ്രഹ സാഫല്യത്തിന് ഉദ്ദേശിക്കുന്നവരുമൊക്കെ ഈ 2 മാർഗങ്ങളിൽ ഏതെങ്കിലും ഒന്ന് പരീക്ഷിച്ചു നോക്കുക. ആദ്യം പറഞ്ഞ 41 ദിവസത്തെ ഉപാസനയിലൂടെ ഏത് കൊടിയ ദോഷത്തെയും ഇല്ലാതാക്കാൻ സാധിക്കും. അതിന് സാധിക്കാത്തവർ മാത്രം നാരങ്ങാമാല സമർപ്പിച്ചുകൊണ്ടുള്ള ഉപാസനയിലേക്ക് പോകുക. ഇന്ന് ദൃഷ്ടിദോഷം സംബന്ധമായിട്ട് ഒരു വീഡിയോ ആണ് ചെയ്യുന്നത്. ദൃഷ്ടിദോഷം എന്ന് പറയുമ്പോൾ ഇതൊക്കെ അന്ധവിശ്വാസമാണ് എന്ന് നമുക്കൊക്കെ തോന്നിയേക്കാം. എന്നാൽ അനുഭവത്തിൽ വരുമ്പോൾ മാത്രമാണ് അതിന്റെ കാഠിന്യം മനസ്സിലാകുക. ദൃഷ്ടി എന്നുള്ളത് ഒരു മനുഷ്യന്റെ മനഃശക്തിയുടെ പ്രതിഫലനമാണ്. ഒരാൾക്ക് ഒരാളോട് തോന്നുന്ന ആ അസൂയയോ മമതയോ എന്തു തന്നെ ആയിക്കോട്ടെ, അത് ആ തോന്നുന്ന വ്യക്തിയെ അത് ബാധിക്കാൻ സാധ്യതയുണ്ട്. അതിനാണ് ദൃഷ്ടിദോഷം എന്ന് പറയുന്നത്. അത്തരത്തിൽ ദൃഷ്ടിദോഷം വ്യക്തികളെ ബാധിക്കാറുണ്ട്, ഒരു സ്ഥാപനത്തെ ബാധിക്കാറുണ്ട്, വീടിനെ ബാധിക്കാറുണ്ട്. ഇങ്ങനെ നമുക്ക് ഇത്തരത്തിലുള്ള ദൃഷ്ടിദോഷ സംബന്ധമായിട്ടുള്ള വീഡിയോ അവതരിപ്പിക്കണമെന്ന് നിരന്തരമായിട്ട് ധാരാളം പ്രേക്ഷകർ ആവശ്യപ്പെടുന്നുണ്ട്. അതിന്റെ വെളിച്ചത്തിലാണ് ദൃഷ്ടിദോഷത്തിന് എന്തെല്ലാം ചെയ്യാം എന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോയിൽ പ്രതിപാദിക്കുന്നത്. ഇന്ന് നമുക്ക് ദൃഷ്ടിദോഷം എന്താണ്, ദൃഷ്ടിദോഷം ഒരു വ്യക്തിയെ ബാധിച്ചാൽ എന്തെല്ലാം രീതിയിൽ അതിനെ പരിഹരിക്കാം എന്നുള്ളതാണ് ഇന്ന് പ്രതിപാദിക്കുന്നത്. ഇന്ന് നമുക്ക് ഒരു വ്യക്തിയെ ദൃഷ്ടിദോഷം ബാധിച്ചാലുള്ള കാര്യങ്ങളെ പരിശോധിക്കാം. അതിനു മുമ്പ് ദൃഷ്ടിദോഷം എന്താണ് എന്നുള്ളതിന്റെ ഒരു ആമുഖം നമുക്കൊന്ന് പറഞ്ഞു പോകാം. സുഹൃത്തുക്കളുടെ ആയാലും ബന്ധുക്കളുടെ ആയാലും പരിചയമില്ലാത്തവരുടെ ആയാലും നെഗറ്റീവ് കണ്ണുകൊണ്ട് കാണുന്ന നമ്മളിലേക്കുള്ള നെഗറ്റീവ് ദൃഷ്ടിയാണ് ദൃഷ്ടിദോഷം എന്ന് പറയുന്നത്. അത് നമ്മുടെ ജീവിതത്തിൽ പല ദോഷകരമായിട്ടുള്ള കാര്യങ്ങളും സംഭവിപ്പിച്ചേക്കാം. ദൃഷ്ടിദോഷം ജ്യോതിഷത്തിൽ വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമായിട്ട് തന്നെയാണ് കണക്കാക്കപ്പെടുന്നത്. നെഗറ്റീവ് എനർജി എന്ന് നമുക്ക് വേണമെങ്കിൽ ആധുനിക കാലത്ത് പറയാം. ആരുടെയെങ്കിലും സ്വഭാവവും ചിന്തയും സമ്പർക്കവും ഒക്കെ നമ്മളിൽ നെഗറ്റീവ് എനർജി ഉണ്ടാക്കുന്നുവെങ്കിൽ അതിനാണ് ദൃഷ്ടിദോഷം എന്ന് പറയുന്നത്. ദൃഷ്ടിദോഷം ബാധിക്കുമ്പോൾ ആ വ്യക്തിയുടെ ഇച്ഛാശക്തി ദുർബലമാകുന്നു, ജീവിതത്തിൽ ഐശ്വര്യം കുറയാൻ തുടങ്ങുന്നു, അങ്ങനെ ജീവിത പുരോഗതി തടസ്സപ്പെടുകയും ചെയ്യും. ദൃഷ്ടിദോഷം മൂലം ആരോഗ്യം പലപ്പോഴും വഷളാകുന്നുണ്ട്. പെട്ടെന്ന് അസുഖങ്ങൾ ഒരു കാരണവുമില്ലാതെ ബാധിക്കാറുമുണ്ട്.
ദൃഷ്ടിദോഷം കൊണ്ട് നാം ഉദ്ദേശിക്കുന്നത് ജീവിതത്തിൽ നിഷേധാത്മക ഊർജം ഉണ്ടാകുന്നു എന്നുള്ളത് തന്നെയാണ്. ഇങ്ങനെ ചെയ്യുന്ന ജോലികളെല്ലാം മോശമായി തുടങ്ങുന്നു, ആ വ്യക്തിയുടെ ഊർജം പതുക്കെ കുറയുന്നു, കൂടാതെ അസുഖവും ക്ഷീണവും ഒക്കെ വ്യക്തിയെ ബാധിക്കുന്നു. അങ്ങനെ ജീവിതത്തിൽ പല അനാവശ്യ സംഭവങ്ങളുമൊക്കെ ആരംഭിക്കുന്നു. ഏത് പ്രായത്തിലുള്ള വ്യക്തികളിലും ഇത്തരത്തിൽ ദൃഷ്ടിദോഷം ബാധിച്ചേക്കാം. ദൃഷ്ടിദോഷത്തിന് പല ലക്ഷണങ്ങളും നമ്മിൽ കാണുന്നുണ്ട്. ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ നമുക്ക് സംഭവിക്കുന്നു, അകാരണമായിട്ട് വരുന്നു എങ്കിൽ അത് ദൃഷ്ടിദോഷം മൂലമാണ് എന്ന് തന്നെ നമുക്ക് ഉറപ്പിക്കാം. നിങ്ങൾ ആരോഗ്യവാനാണ്, പെട്ടെന്ന് ഒരു കാരണവുമില്ലാതെ നിങ്ങളിൽ രോഗം പിടിപെടുന്നുവെങ്കിൽ അത് ദൃഷ്ടിദോഷം മൂലമാകാം. ഒരു കാരണവുമില്ലാതെ മനസ്സ് അസ്വസ്ഥമാകുന്നു, ചുറ്റുമുള്ളതിനെ എല്ലാം നാം നെഗറ്റീവോടെ കാണുന്നു, ബന്ധങ്ങളിലൊക്കെ അത് ബാധിക്കുന്നു, എല്ലാവരുമായിട്ടും അഭിപ്രായ വ്യത്യാസവും അകൽച്ചയും ഒക്കെ ആരംഭിക്കുന്നു, അകാരണമായിട്ട് രോഗങ്ങൾക്കും മറ്റു കാര്യങ്ങൾക്കുമൊക്കെ ആയിട്ട് പണം ചെലവഴിക്കേണ്ടതായിട്ട് വരുന്നു, തൊഴിലവസരങ്ങളിലും തൊഴിൽ മേഖലയിലുമൊക്കെ ചാഞ്ചാട്ടം ഉണ്ടാകുന്നു, ബിസിനസ് ഒക്കെ ചെയ്യുന്നവർക്ക് പണം നഷ്ടം വരുന്നു. ഇത്തരത്തിലുള്ള ലക്ഷണം കണ്ടു തുടങ്ങുന്നുവെങ്കിൽ അത് ദൃഷ്ടിദോഷം മൂലമാണ് എന്ന് നമുക്ക് ഉറപ്പിക്കാം. വ്യക്തികൾക്കും സ്ഥാപനങ്ങൾക്കും ഗ്രഹത്തിനുമൊക്കെ ദൃഷ്ടിദോഷം ബാധിക്കുന്നുവെങ്കിൽ അത് കണ്ടെത്തി മനസ്സിലാക്കിക്കൊണ്ട് അത് പരിഹരിക്കാനുള്ള മാർഗം പെട്ടെന്ന് തന്നെ ചെയ്യേണ്ടതാണ്. ഇനി നമുക്ക് വ്യക്തികളെയാണ് ദൃഷ്ടിദോഷം ബാധിക്കുന്നതെങ്കിൽ അതിൽ നിന്ന് രക്ഷ നേടാനുള്ള ജ്യോതിഷപരമായിട്ടുള്ള മാർഗങ്ങളെ ഒന്ന് പരിശോധിക്കാം. ജ്യോതിഷത്തിൽ പല തരത്തിലുള്ള ഉപായങ്ങൾ ദൃഷ്ടിദോഷത്തിൽ നിന്ന് രക്ഷ നേടാനായിട്ട് പറഞ്ഞിട്ടുണ്ട്. ഞാൻ തന്നെ പല വീഡിയോകളും ചെയ്തിട്ടുണ്ട്. ആ വീഡിയോകളൊക്കെ ഒന്ന് കണ്ടു നോക്കുക. ഇന്ന് നമുക്ക് ലളിതമായിട്ട് ചുരുക്കത്തിൽ ആ കാര്യങ്ങളൊക്കെ ഒന്ന് പറഞ്ഞു പോകാം. നമ്മുടെ പൂർവികർ ചെയ്തിരുന്ന ലളിതമായിട്ടുള്ള ഒരു ഉപായമാണ്, ദൃഷ്ടിദോഷം ബാധിക്കുകയാണെങ്കിൽ അല്പം വറ്റൽ മുളകെടുത്ത് 7 പ്രാവശ്യം ആ വ്യക്തിക്ക് ഒഴിഞ്ഞ് അത് തീയിൽ ഇടുക, അടുപ്പിലിടുക എന്നുള്ളതാണ്. ഇങ്ങനെ ചെയ്യുമ്പോൾ ദൃഷ്ടിദോഷം മാറുമെന്ന് നമ്മുടെ പൂർവികർ വിശ്വസിച്ചിരുന്നു. അതൊക്കെ ശാസ്ത്രീയമായിട്ടുള്ള അടിസ്ഥാനം ഉണ്ട് എന്ന് തന്നെയാണ് ഇന്നത്തെ ആധുനികമായിട്ടുള്ള കാലഘട്ടത്തിൽ നമുക്ക് മനസ്സിലാക്കേണ്ടത്. ദൃഷ്ടിദോഷം ഒരു വ്യക്തിയെ ബാധിക്കുന്നുവെങ്കിൽ ഹനുമാൻ സ്വാമിയെ മനസ്സറിഞ്ഞു വിളിക്കുകയാണെങ്കിൽ അതിൽ നിന്ന് രക്ഷ നേടാനായിട്ട് സാധിക്കും എന്ന് നമുക്ക് പറയാം. അതിനായിട്ട് ഹനുമാൻ സ്വാമിയെ ശനിയാഴ്ച ദിവസം പ്രാർത്ഥിക്കുക, ഹനുമാൻ സ്വാമി ക്ഷേത്രത്തിൽ ദർശനം നടത്തുക. ഹനുമാൻ സ്വാമിക്ക് സിന്ദൂരം സമർപ്പിക്കുന്നതും ദൃഷ്ടിദോഷത്തിൽ നിന്ന് നമുക്ക് രക്ഷ നേടാനായിട്ട് സഹായിക്കും. കൂടാതെ ദാനം ചെയ്യുന്നത് വഴിയും ദൃഷ്ടിദോഷത്തിൽ നിന്ന് രക്ഷ നേടാം. ബുധനാഴ്ച ദിവസം 7 ധാന്യങ്ങൾ ദാനം ചെയ്യുന്നത് ദൃഷ്ടിദോഷത്തിൽ നിന്നുള്ള സമ്പൂർണ്ണ പരിഹാരമാണ്. കൂടാതെ രാഹു യന്ത്രം ധരിക്കുന്നതും ദൃഷ്ടിദോഷത്തിൽ നിന്ന് രക്ഷ നേടാൻ സഹായിക്കും. കൂടാതെ 9 മുഖമുള്ള രുദ്രാക്ഷം ധരിക്കാം. 9 മുഖമുള്ള രുദ്രാക്ഷം ലഭിച്ചില്ല എങ്കിൽ 5 മുഖമുള്ള രുദ്രാക്ഷം ധരിച്ചാലും മതിയാകും. നമ്മുടെ പൂർവികർ ചെയ്തിരുന്ന ഒരു ഉപായമുണ്ടായിരുന്നു. 2 ചുവന്ന മുളക്, അല്പം കല്ലുപ്പ്, അല്പം എള്ള എന്നിവ കയ്യിലെടുത്ത് ദൃഷ്ടിദോഷം ബാധിച്ച വ്യക്തിയെ 7 പ്രാവശ്യം ഒഴിഞ്ഞതിന് ശേഷം അതെല്ലാം കൂടി തീയിലിടുന്ന ഒരു സമ്പ്രദായവും ഉണ്ടായിരുന്നു. പല അത്ഭുതങ്ങളും അങ്ങനെ ചെയ്യുന്നതിലൂടെ പല വ്യക്തികൾക്കും ലഭിച്ചിട്ടുണ്ട്. ചില സ്ഥലങ്ങളിലൊക്കെ എള്ളിന് പകരമായിട്ട് കുരുമുളകും ഉപയോഗിച്ചിരുന്നു. കൂടാതെ നാരങ്ങ ശരീരത്തിന് 7 പ്രാവശ്യം ഒഴിഞ്ഞ് അത് 4ആയിട്ട് മുറിച്ച് 4 ദിക്കിലേക്ക് കളയുന്നതും, അടയ്ക്ക 3 പ്രാവശ്യം ഒഴിഞ്ഞ് തൊലി കളഞ്ഞ് അത് പല ദിക്കിലേക്കായിട്ട് എറിഞ്ഞു കളയുന്നതും ദൃഷ്ടിദോഷത്തിൽ നിന്ന് നമുക്ക് രക്ഷ നേടാനായിട്ട് നമ്മുടെ പൂർവികർ പറഞ്ഞിട്ടുള്ള ഉപായങ്ങളാണ്. കൂടാതെ കറുത്ത ചരട് ജപിച്ചു കിട്ടുക, കുളിക്കുന്ന വെള്ളത്തിൽ മഞ്ഞൾ ചേർക്കുക, സിന്ദൂരം ചേർക്കുക, കർപ്പൂരമോ മറ്റ് ദീപങ്ങളോ ഒക്കെ ഒഴിയുന്നതും തുടങ്ങിയ കാര്യങ്ങളൊക്കെ ദൃഷ്ടിദോഷത്തിൽ നിന്ന് നമ്മെ രക്ഷിക്കും. കൂടാതെ പഴയ കാലത്ത് പുതിയ കാര്യങ്ങൾ തുടങ്ങുന്നതിന് മുമ്പും ഏതെങ്കിലും പരീക്ഷകളിലും മറ്റും പ്രധാന സംഭവങ്ങളിലും ഒക്കെ പോകുമ്പോഴും വരുമ്പോഴും ഒക്കെ കർപ്പൂരം ഒഴിയുന്ന ഒരു സംഭവം കൂടി ഉണ്ടായിരുന്നു. അതും ദൃഷ്ടിദോഷത്തിൽ നിന്ന് അല്ലെങ്കിൽ നെഗറ്റീവ് എനർജിയിൽ നിന്ന് രക്ഷിക്കാൻ വേണ്ടി തന്നെയാണ്. ഇത്തരത്തിലുള്ള ഉപായങ്ങളിലൂടെ നമുക്ക് ഒരു വ്യക്തിയെ ബാധിച്ച ദൃഷ്ടിദോഷങ്ങളെയൊക്കെ വളരെ എളുപ്പം നിസ്സാരമായിട്ട് ഇല്ലാതാക്കാനായിട്ട് സാധിക്കും. ഇന്ന് ജ്യോതിഷ സംബന്ധമായിട്ടുള്ള ഒരു വീഡിയോ തന്നെയാണ് അവതരിപ്പിക്കുന്നത്. കടബാധ്യതകൾ മാറാൻ ജ്യോതിഷപരമായിട്ടുള്ള പരിഹാരങ്ങളെയാണ് ഇന്നത്തെ വീഡിയോയിലൂടെ പറയുന്നത്. സ്വസ്ഥവും സമാധാനപൂർണവുമായിട്ടുള്ള ഒരു ജീവിതത്തിന് കടബാധ്യതകളൊന്നുമില്ല, അധികം സാമ്പത്തികം ഒന്നുമില്ലെങ്കിൽ പോലും കടബാധ്യതകളില്ലാത്ത ഒരു സാഹചര്യം ഉണ്ടാകേണ്ടത് അത്യാവശ്യമാണ്. എന്നാൽ എത്ര ശ്രമിച്ചാലും ചില വ്യക്തികൾക്ക് കടബാധ്യതകളിൽ നിന്ന് മുക്തി നേടാനായിട്ട് ബുദ്ധിമുട്ടുണ്ടാകാറുണ്ട്. 2ാം ഭാവത്തിൽ കേതു തുടങ്ങിയ പാപഗ്രഹങ്ങളുടെയൊക്കെ സ്ഥിതി അതിന് സഹായകരമാകുന്നുണ്ട്. ഒന്നിന് പുറമെ മറ്റൊന്ന് എന്ന രീതിയിൽ കടബാധ്യതകൾ വർദ്ധിച്ചു വന്നു എന്ന് വരാം.
സാധാരണഗതിയിൽ ഉണ്ടാകുന്ന കടബാധ്യതകളിൽ നിന്ന് മോചനം നേടാനുള്ള ഉപായങ്ങളാണ് ഇന്നത്തെ വീഡിയോയിലൂടെ പ്രതിപാദിക്കുന്നത്. കടബാധ്യതകളിൽ നിന്ന് രക്ഷ നേടാനായിട്ട് ഏറ്റവും പ്രധാനമായിട്ട് നമുക്ക് ചെയ്യാൻ സാധിക്കുന്നത് വിഘ്നേശ്വര പ്രീതിയാണ്. ഋണഹര ഗണേശ മന്ത്രമൊക്കെയുണ്ട്. അത് നിത്യം ജപിക്കുന്നത് കടബാധ്യതകളിൽ നിന്ന് രക്ഷ നേടാനായിട്ട് സഹായിക്കും. ഗണപതി ഭഗവാനെ പ്രീതിപ്പെടുത്തുന്നതോടൊപ്പം ചൊവ്വാഗ്രഹത്തെയും കൂടി പ്രീതിപ്പെടുത്തുന്നത് അനുകൂല ഫലത്തെ നൽകും. ശാസ്ത്രീയമായിട്ട് തയ്യാറാക്കുന്ന ഋണമോചന യന്ത്രം കൊണ്ട് കടബാധ്യതകളിൽ നിന്ന് ഒരു രക്ഷ നേടാൻ സഹായകരമാണ്. കൂടാതെ സൗന്ദര്യ ലഹരിയിലെ 23ാമത്തെ ശ്ലോകം എല്ലാ ദിവസവും 108 പ്രാവശ്യം ജപിക്കുന്നത് കടബാധ്യതകളിൽ നിന്ന് രക്ഷ നേടാൻ സഹായിക്കും. കടബാധ്യതകളിൽ നിന്ന് രക്ഷ നേടാൻ നമുക്ക് രണ്ടാമതായി ചെയ്യാവുന്നത് ഹനുമാൻ സ്വാമിയെ ഭജിക്കുക എന്നുള്ളതാണ്. ഹനുമാൻ ചാലിസ 108 പ്രാവശ്യം എല്ലാ ദിവസവും ജപിക്കുന്നതും ഹനുമാൻ ചാലിസ കേൾക്കുന്നതുമൊക്കെ കടബാധ്യതകളിൽ നിന്ന് നമ്മളെ രക്ഷിക്കും. ഹനുമാൻ ചാലിസ 108 പ്രാവശ്യം വീതം തുടർച്ചയായി 40 ദിവസം ജപിക്കുന്നത് ഉത്തമമാണ്. ഹനുമാൻ ചാലിസ ജപിക്കുന്ന ദിവസങ്ങളിൽ ബ്രഹ്മചര്യ വ്രതം അനുഷ്ഠിച്ച് മത്സ്യമാംസാദികൾ ഒഴിവാക്കുകയാണെങ്കിൽ അതിവിശേഷ ഫലത്തെ അത് നൽകും. അതോടൊപ്പം തന്നെ ചൊവ്വാഗ്രഹത്തെയും ഭജിക്കുന്നത്, പ്രീതിപ്പെടുത്തുന്നത്, പ്രാർത്ഥിക്കുന്നത് വളരെ വിശേഷ ഫലത്തെ നൽകും. ഹനുമാൻ സ്വാമി ക്ഷേത്രത്തിൽ നിവേദ്യം നടത്തുന്നതും വളരെ വിശേഷ ഫലത്തെ നൽകും. ഹനുമാൻ സ്വാമിയെ ഭജിക്കുമ്പോൾ കൃത്യമായി ഒരു ധാരണ മനസ്സിലുണ്ടാകണം. ഇന്ന രീതിയിൽ ഞാൻ ഹനുമാൻ സ്വാമിയെ ഭജിക്കാമെന്ന് ആദ്യം തന്നെ നിശ്ചയിക്കുകയും അതിനനുസരിച്ച് കൃത്യമായിട്ട് അത് പാലിക്കുകയും ചെയ്യണം. ഹനുമാൻ സ്വാമി ചിട്ടവട്ടങ്ങളുടെ കാര്യത്തിൽ അഗ്രഗണ്യനാണ്. അതുകൊണ്ട് തന്നെ ആദ്യം ഏത് രീതിയിലാണോ നാം തുടങ്ങുന്നത്, നമുക്ക് സാധിക്കുന്ന രീതിയിൽ മാത്രം വ്രതശുദ്ധി പാലിക്കാമെന്ന് തീരുമാനമെടുത്താൽ അതിനനുസരിച്ച് മുന്നോട്ട് പോകേണ്ടതാണ്. എല്ലാ ദൗർബല്യങ്ങളും മാറ്റി കരുത്ത് നൽകാൻ ഹനുമാൻ ഭജനത്തിലൂടെ നമുക്ക് സാധിക്കുന്നതാണ്. നമുക്ക് മൂന്നാമത് കടബാധ്യതകൾ പരിഹരിക്കുന്നതിന് ഭജിക്കാവുന്നത് ദേവിയെയാണ്. ദേവിക്ക് കുങ്കുമാർച്ചന നടത്തുന്നത് കടബാധ്യതകളിൽ നിന്ന് രക്ഷ നേടാൻ സഹായിക്കും. 11 വെള്ളിയാഴ്ചകളിൽ തുടർച്ചയായിട്ട് കുങ്കുമാർച്ചന നടത്തുന്നത് ഋണബാധ്യതകൾ ഇല്ലാതാക്കാനായിട്ട് സഹായകരമാണ്. കൂടാതെ ശക്തിക്കൊത്ത രീതിയിൽ അന്നദാനം നടത്തുന്നതും കടബാധ്യതകളിൽ നിന്ന് രക്ഷ നേടാൻ സഹായിക്കും. നമ്മുടെ കർമ്മദോഷങ്ങളൊക്കെ ഇല്ലാതാക്കാൻ അന്നദാനം സഹായിക്കുന്നതാണ്. അന്നദാനം നടത്തിക്കൊണ്ട് നമുക്ക് കടബാധ്യതകളിൽ നിന്ന് രക്ഷ നേടാം. ശക്തിക്കൊത്ത രീതിയിൽ അന്നദാനത്തോടൊപ്പം വസ്ത്രം കൂടി ദാനം ചെയ്യുന്നതും ഉചിതമാണ്. തുടർച്ചയായി 5 വെള്ളിയാഴ്ചകളിൽ ഇപ്രകാരം ചെയ്യുന്നത് വിശേഷ ഫലത്തെ നൽകും. കൂടാതെ കടബാധ്യതകളിൽ നിന്ന് രക്ഷ നേടാൻ രത്നധാരണം നടത്തുന്ന വിധവും പറഞ്ഞിട്ടുണ്ട്. അത് ജാതകം നോക്കി അനുകൂലമായിട്ടുള്ള രത്നം ധരിക്കുക. ഭാഗ്യാധിപന്റെ രത്നം ധരിക്കുന്നത് കടബാധ്യതകളിൽ നിന്ന് രക്ഷ നേടാൻ സഹായിക്കും. രത്നം ധരിക്കുമ്പോൾ അത് അനുകൂലമാണ് എന്ന് വിദഗ്ധനായിട്ടുള്ള ഒരു ജ്യോതിഷിയെ കണ്ട് ഉറപ്പാക്കുക. കടബാധ്യതകളിൽ നിന്ന് രക്ഷ നേടാനായിട്ട് ഇത്രയും കാര്യങ്ങളാണ് പ്രധാനമായിട്ട് നമുക്ക് ചെയ്യാവുന്നത്. ഏത് കാര്യം അവലംബിച്ചാലും അത് നമ്മളുടെ സാമ്പത്തിക സ്ഥിതിക്കനുസരിച്ചായിരിക്കണം. അനാവശ്യമായി എടുത്തിയാടി കൂടുതൽ കടബാധ്യതകൾ വരുത്താതിരിക്കുക. നമുക്ക് പറ്റുന്ന രീതിയിൽ ദേവതാ ഭജനത്തിലൂടെയും മന്ത്രജപത്തിലൂടെയും ഒക്കെ കടബാധ്യതകളെ ഇല്ലാതാക്കാനായിട്ട് സാധിക്കും. സാമ്പത്തിക അച്ചടക്കം പാലിക്കുന്നതിലൂടെയും ചെലവുകൾ നിയന്ത്രിക്കുന്നതിലൂടെയും നല്ലൊരു പരിധിവരെ കടബാധ്യതകൾ തീർക്കാനായിട്ട് സാധിക്കും. കൂടാതെ കഠിനമായ പരിശ്രമത്തിലൂടെയും ധനം ആർജിക്കുന്നതിലൂടെയും നമുക്ക് കടബാധ്യതകളെ ഇല്ലാതാക്കാനായിട്ട് സാധിക്കും. ദേവതാ ഭജനത്തിലൂടെ പരിശ്രമവും കൂടിയാകുമ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് വിജയിക്കാൻ സാധിക്കും. എല്ലാവർക്കും കടബാധ്യതകളൊക്കെ ഒഴിച്ച് സാമ്പത്തിക സുസ്ഥിരത ഉണ്ടാകട്ടെ. ഗ്രഹങ്ങളൊക്കെ ബലക്കുറവിലാണ് ഒരു ജാതകത്തിൽ സ്ഥിതി ചെയ്യുന്നതെങ്കിൽ അതിന്റെ ആ ഗ്രഹങ്ങൾക്ക് പറഞ്ഞിട്ടുള്ളതായിട്ടുള്ള ദോഷങ്ങൾ ഉണ്ടാകാം. അപ്പൊ അങ്ങനെ ഉള്ള ദോഷങ്ങൾ ഉണ്ടാകുന്ന പക്ഷം ആ ഗ്രഹങ്ങൾക്ക് ബലക്കുറവ് പരിഹരിക്കുന്നതിന് ജ്യോതിഷത്തിൽ ഒരുപാട് ഉപായങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ലളിതമായിട്ടുള്ള ഉപായങ്ങളും നിരവധിയായിട്ട് പറഞ്ഞിട്ടുണ്ട്. അത്തരത്തിലുള്ളൊരു വിഷയമാണ് നാം ഇന്ന് കൈകാര്യം ചെയ്യുന്നത്. വ്യാഴത്തിന് ബലക്കുറവുണ്ടെങ്കിൽ നിരവധിയായിട്ടുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകാം. വിവാഹം, ധനം, തൊഴിൽ, വിദ്യാഭ്യാസം തുടങ്ങിയ നിരവധി കാര്യങ്ങൾക്ക് വ്യാഴം സ്വാധീനം ചെലുത്തുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഈ കാര്യങ്ങളിലൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. വ്യാഴത്തിൻ്റെ ബലക്കുറവ് പരിഹരിക്കാൻ ലളിതമായിട്ടുള്ള ഉപായങ്ങൾ നമ്മുടെ പൂർവികർ പറഞ്ഞു തന്നിട്ടുണ്ട്. അതിലൊന്നാണ് ഇന്ന് പരിചയപ്പെടുത്തുന്നത്. ഇന്ന് ഞാൻ പരിചയപ്പെടുത്തുന്നത് നമുക്ക് സുലഭമായിട്ടുള്ള മഞ്ഞൾ ഉപയോഗിച്ച് വ്യാഴത്തിൻ്റെ ബലക്കുറവിനെ പരിഹരിച്ച് ജ്യോതിഷപരമായി മഞ്ഞൾ എങ്ങനെ പ്രയോജനപ്പെടുത്താമെന്നുള്ളതാണ്. നിരവധിയായിട്ടുള്ള കാര്യങ്ങൾക്ക് മഞ്ഞൾ പ്രയോജനപ്പെടുത്താം. ആ വിഷയത്തിലേക്ക് നമുക്ക് കടക്കാം. നവഗ്രഹങ്ങളിൽ വ്യാഴത്തിന് പ്രീതികരമായിട്ടുള്ളതാണ് മഞ്ഞൾ. വ്യാഴപ്രീതി ഉണ്ടെങ്കിൽ നമുക്ക് സന്തോഷവും ഭാഗ്യവും സന്താന സൗഭാഗ്യവും ഉന്നത വിദ്യാഭ്യാസവും നല്ല കുടുംബജീവിതവും ഒക്കെ ലഭിക്കുന്നതാണ്. മഞ്ഞളിന്
ആരാധനാപരമായിട്ടും ആത്മീയമായിട്ടും ജ്യോതിഷപരമായിട്ടും ഒക്കെ നല്ല സ്വാധീനമുണ്ട്, നല്ല പ്രാധാന്യവുമുണ്ട്. വിവാഹ തടസ്സത്തിന് മഞ്ഞൾ എങ്ങനെ ഉപയോഗിക്കണമെന്ന് ഞാൻ പ്രത്യേകം ഒരു വീഡിയോ മുമ്പ് ചെയ്തിരുന്നു. ആ വീഡിയോ കണ്ടിട്ടില്ലാത്തവർ കാണുക. നാം ഭക്ഷണത്തിൽ മുതൽ പൂജകളിൽ വരെ മഞ്ഞൾ ഉപയോഗിക്കുന്നുണ്ട്. മഞ്ഞൾ ഒരു ശുഭകരമായിട്ടുള്ള വസ്തുവാണ്. വ്യാഴം ഒരു ജാതകത്തിൽ ദുർബലമായി നിൽക്കുകയോ വ്യാഴത്തിന്റെ ഏതെങ്കിലും ദോഷകരമായിട്ടുള്ള അവസ്ഥ ജാതകനോ ജാതകിക്കോ ഒക്കെ ഉണ്ടായാൽ മഞ്ഞൾ കൊണ്ട് അതിന് പരിഹാരം കാണാവുന്നതാണ്. കൂടാതെ വാസ്തുദോഷം, നിഷേധാത്മകമായിട്ടുള്ള ഊർജങ്ങൾ, സാമ്പത്തിക പ്രശ്നങ്ങൾ എന്നിവയ്ക്കൊക്കെ മഞ്ഞൾ പ്രയോജനപ്പെടുത്താം. ഭക്ഷണത്തിനും പൂജയ്ക്കും ആരാധനയ്ക്കും ഒക്കെ ഉപയോഗപ്പെടുത്തുന്നത് പോലെ തന്നെ ജ്യോതിഷ പരിഹാരത്തിനും മഞ്ഞളെ ഉപയോഗപ്പെടുത്താം. വ്യാഴത്തെ ബലപ്പെടുത്തുവാനായിട്ട് മഞ്ഞളെ സാധാരണയായിട്ട് ഉപയോഗിക്കുന്നുണ്ട്. ഉണങ്ങിയ മഞ്ഞൾ കൊണ്ടുള്ള ജപമാല കയ്യിൽ കരുതുന്നത് വളരെ ഫലത്തെ നൽകും. ഈ മഞ്ഞൾ ഉപയോഗിച്ചുണ്ടാക്കുന്ന ജപമാല കൊണ്ട് വ്യാഴത്തിന്റെ മന്ത്രങ്ങൾ ജപിക്കുന്നതും മഹാവിഷ്ണുവിന്റെ മന്ത്രങ്ങൾ ജപിക്കുന്നതും ഒക്കെ വ്യാഴത്തിന്റെ ഏത് ദോഷങ്ങളെയും ഇല്ലാതാക്കാൻ സഹായിക്കും. വ്യാഴത്തിന്റെ ദോഷം ജാതകത്തിലുള്ളവർക്ക് മഞ്ഞൾ നിത്യവും തിലകമായി ചാർത്തുന്നത് ഗുണം നൽകും. എപ്രകാരം പുരട്ടുമ്പോൾ നെറ്റിയിലും കഴുത്തിലും കൈത്തണ്ടയിലും മഞ്ഞൾ പുരട്ടേണ്ടതാണ്. വ്യക്തികൾക്ക് മംഗല്യദോഷത്തിന് ഗുരുതരമായിട്ടുള്ള തടസ്സങ്ങൾ ഉണ്ടാകുന്നുണ്ട് എങ്കിൽ ദേവിക്ക് മഞ്ഞൾ സമർപ്പിക്കുന്നത് ആ ദോഷങ്ങളെ ഇല്ലാതാക്കും. സന്തോഷവും സമാധാനവും സമൃദ്ധിയും ഒക്കെ കുറവുള്ള ജാതകർക്ക് അത് നേടിയെടുക്കാനായിട്ട് ഗണപതി ഭഗവാന് മഞ്ഞൾ സമർപ്പിക്കുന്നതും വിശേഷമാണ്. എല്ലാ വ്യാഴാഴ്ചയും ഗണപതി ഭഗവാന് ഇപ്രകാരത്തിൽ മഞ്ഞൾ സമർപ്പിക്കുന്നത് വളരെ കാഠിന്യമുള്ള കുടുംബ പ്രശ്നങ്ങൾ വരെ പരിഹരിക്കാൻ സഹായിക്കും. കൂടാതെ പ്രഭാതത്തിൽ നാം കുളിക്കുമ്പോൾ അല്പം മഞ്ഞൾ ചേർത്തുകൊണ്ട് ആ ജലം ഉപയോഗിച്ച് കുളിച്ചാൽ വ്യാഴത്തിന്റെ ദോഷത്തെ ഇല്ലാതാക്കാൻ സാധിക്കും. അങ്ങനെ ചെയ്യുമ്പോൾ ഇത് ശരീരത്തെയും മനസ്സിനെയും ഒരുപോലെ ശുദ്ധീകരിക്കുന്നതാണ്. വ്യാഴത്തിന്റെ ദോഷങ്ങളിൽ നിന്നും ദുരിതങ്ങളിൽ നിന്നും അത് നമ്മെ രക്ഷിക്കും. മഞ്ഞൾ ജലത്തിൽ ചാലിച്ച് ആ വെള്ളം കൊണ്ട് സ്നാനം നടത്തുന്നത് നമ്മുടെ ഭാഗ്യത്തെ വർദ്ധിപ്പിക്കും എന്നാണ് പൂർവികർ വിശ്വസിച്ചിരുന്നത്. മഞ്ഞൾ കൊണ്ട് കുളിക്കുമ്പോൾ പ്രതികൂല ഊർജങ്ങളെ എല്ലാം ഇല്ലാതാക്കുന്നതാണ്. അതുവഴി ഭാഗ്യവും പോസിറ്റീവ് എനർജിയും ഒക്കെ നമുക്ക് ലഭിക്കും. തൊഴിലിൽ ഏതെങ്കിലും തരത്തിലുള്ള തടസ്സങ്ങൾ നേരിടുന്നവർ ദേവതകൾക്ക് മഞ്ഞൾ സമർപ്പിക്കുന്നത് ആ തൊഴിൽ തടസ്സത്തെ ഇല്ലാതാക്കുന്നതാണ്. അങ്ങനെ ചെയ്യുന്നവർ മഞ്ഞൾ പ്രസാദവും ആഗ്രഹ സാഫല്യം വരെ നിത്യം ധരിക്കുന്നത് ഉത്തമമാണ്. മഞ്ഞൾ കൊണ്ട് ഒട്ടുമിക്ക ദോഷങ്ങൾക്കും പരിഹാരമാണ്. ഈ പറഞ്ഞ പ്രകാരമൊക്കെ മഞ്ഞളിനെ ഉപയോഗിച്ചുകൊണ്ട് ആ ഗ്രഹദോഷങ്ങളിൽ നിന്ന് രക്ഷ നേടുക. തീർച്ചയായിട്ടും ഇത് ഫലപ്രദമാണ്. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തേക്ക്, ഷെയർ ചെയ്ത് മറ്റുള്ളവർക്ക് കൂടി കൊടുക്കുക. ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. തൊട്ടടുത്തുള്ള ബെൽ ബട്ടണിൽ മുകളിലുള്ള ഓൾ എന്ന ബട്ടൺ കൂടി ഒന്ന് സെലക്ട് ചെയ്യുക. അതുവഴി ഞാൻ തുടർന്ന് നൽകുന്ന വീഡിയോകൾ നിങ്ങൾക്ക് കാണുവാൻ സാധിക്കുന്നതാണ്. നിങ്ങളുടെ അഭിപ്രായം കമൻ്റായിട്ട് അറിയിക്കുക. ഇനിയും കൂടുതൽ നല്ല വീഡിയോകളുമായി നമുക്ക് വീണ്ടും കാണാം. നന്ദി, നമസ്കാരം, ശുഭദിനം. നമസ്കാരം. ജ്യോതിഷ സംബന്ധമായിട്ടുള്ള നിങ്ങളുടെ ആവശ്യങ്ങൾക്ക് എന്നെ വിളിക്കാവുന്നതാണ്. ജാതകം, പ്രശ്നം, മുഹൂർത്തം തുടങ്ങി ജ്യോതിഷപരമായിട്ടുള്ള എല്ലാ ആവശ്യങ്ങൾക്കും നിങ്ങൾക്ക് നേരിട്ട് വരാവുന്നതാണ്. അതുകൂടാതെ ഓൺലൈൻ കൺസൾട്ടേഷൻ കൂടി ഉണ്ടാകുന്നതാണ്. നിങ്ങളുടെ കുട്ടികളുടെ ജാതകം പരിശോധിച്ച് അവരുടെ വിദ്യാഭ്യാസം, അവരുടെ വിവാഹം, തൊഴിൽ എന്നീ കാര്യങ്ങൾ അറിയുന്നതിന് തീർച്ചയായിട്ടും നിങ്ങൾക്ക് ബന്ധപ്പെടാവുന്നതാണ്. അതേപോലെ തന്നെ വിവാഹ സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾക്കും പൊരുത്തപരിശോധനയ്ക്കുമൊക്കെ ആയിട്ട് ബന്ധപ്പെടാവുന്നതാണ്. ഗൃഹനിർമ്മാണം തുടങ്ങി നിങ്ങളുടെ ജീവിതത്തിലെ പ്രധാനപ്പെട്ട ചടങ്ങുകൾക്കൊക്കെ മുഹൂർത്തം കുറിക്കുന്നതിന് എന്നെ ബന്ധപ്പെടാവുന്നതാണ്. നേരിട്ടും ഓൺലൈൻ കൺസൾട്ടേഷനും ഉണ്ടാകുന്നതാണ്. ജാതകം എഴുതണമെന്ന് ആഗ്രഹിക്കുന്നവർക്കും നേരിട്ട് വിളിക്കാവുന്നതാണ്. ഓൺലൈനായിട്ട് അയച്ചും കൊടുക്കുന്നതാണ്. കമ്പ്യൂട്ടർ ജാതകം തയ്യാറാക്കിയും നൽകുന്നതാണ്. നിങ്ങളുടെ ഏത് പ്രശ്നങ്ങളും പ്രശ്നചിന്തയിലൂടെ കാരണം കണ്ടെത്തി പരിഹാരം നിർദ്ദേശിച്ചു തരുന്നതാണ്. കൂടാതെ വാസ്തു സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾക്ക് ടൈറ്റിൽ വന്നും കൺസൾട്ടേഷൻ ചെയ്യുന്നതാണ്. അതുകൂടാതെ തന്നെ ഓൺലൈനായിട്ടും കൺസൾട്ടേഷൻ ചെയ്യുന്നതാണ്. ഏത് ജ്യോതിഷം, വാസ്തു തുടങ്ങി ഏത് വിഷയങ്ങൾക്കും നിങ്ങൾക്ക് എന്നെ ബന്ധപ്പെടാവുന്നതാണ്. ഓൺലൈനായിട്ടും നേരിട്ടും ബന്ധപ്പെടാവുന്നതാണ്. എന്റെ സേവനം നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും താഴെ കാണുന്ന നമ്പറിൽ ഒന്ന് ബന്ധപ്പെടുക. നമസ്കാരം.